Hey guys, welcome back to our channel. So, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കിയുടെ ബർത്ത്ഡേയുടെ ഡെക്കറേഷന്റെ കുറച്ച് പർച്ചേസും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ വീഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആദ്യമായിട്ട് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. സോ എനിവേ ഗൈസ്, അപ്പോൾ നമ്മുടെ നിക്കിബിക്ക് വേണ്ടി നമ്മൾ ഇത്തവണ ചെയ്ത ബർത്ത്ഡേ ഡെക്കറേഷൻ എല്ലാവരും ചോദിച്ചപ്പോൾ നമ്മൾ ഒരു 500 to 600 അഫോർഡബിൾ പ്രൈസിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക് ചെയ്തത്. അത് നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കടയിൽ വന്നേക്കോട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് അടിക്കണമായിരുന്നു നിക്കിബിയുടെ ഒരു ഫോട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ നിക്കിബി പറഞ്ഞിരുന്നത് സ്പൈഡർമാൻ്റെ ഒരു തീമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചേട്ടന്മാരോട് പറഞ്ഞു ഞങ്ങൾക്ക് അതേപോലെ ഒരു തീം ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ നിക്കിബിയും ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ പിക്ചറൊക്കെ അവിടെ കണ്ടപ്പോഴും അവരുടെ സിസ്റ്റത്തിലൊക്കെ ഇട്ട് കണ്ടപ്പോൾ അവൻ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഒരു ഡെക്കറേഷനൊക്കെ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുത്ത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ നിക്കിബിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റാണ് നോക്കിയത്. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോഴായിരുന്നു നമ്മുടെ തീം റെഡ് വിത്ത് ബ്ലൂ ആയത് കാരണം നമുക്ക് ബ്ലൂ തന്നെ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബ്ലൂ കളറാണ് നമ്മൾ എടുത്തത് ഡ്രസ്സ്. അപ്പോൾ നമ്മളിതേ അതിനുശേഷം ഒരു ചെറിയ സ്റ്റോറിൽ വന്നിട്ട് നമ്മുടെ തുളസിയിൽ വന്നേക്കണ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് ബലൂണൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് കുറച്ച് ബലൂൺസ് എടുത്ത് നമ്മൾ ഓൾറെഡി ഓൺലൈനിലായിരുന്നു തീമിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബലൂൺസ് എക്സ്ട്രാ നമ്മൾ വാങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിതേ നമ്മുടെ ഉടുപ്പിയിലേക്ക് വന്നേക്കും കേട്ടോ. അപ്പോൾ നിക്കിബി ആണെങ്കിൽ പറൂർ എപ്പോൾ വന്നാലും അവൻ ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ അവൻ കഴിക്കാതെ പോകത്തില്ല. അത് കാരണം അവൻ്റെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവിടെ. പിന്നെ നമ്മളിവിടെ ഇവൻറ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രൈസ് ഇത്തിരി കൂടുതലായത് കാരണം നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ഒരു 150യുടെ ഒരു പാക്ക് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റ് നമ്മുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമായിട്ടായിരുന്നു നമുക്ക് വന്നത്. അപ്പോൾ നമ്മൾ അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ഡിസിഷനിൽ അത് കൂടെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നല്ല റേറ്റ്. അത് കാരണം പിന്നെ ഞങ്ങൾ സാരില്ല പോട്ടെ എന്ന് വിചാരിച്ച് അത് വാങ്ങിക്കാതെ നമ്മൾ ബലൂൺസ് തന്നെ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ റെഡും ബ്ലൂവും ബലൂൺസും പിന്നെ നമ്മൾ കുറച്ച് ടേപ്പൊക്കെ വേണമല്ലോ നമുക്കവിടെ ഒട്ടിക്കാനുള്ള ടേപ്പുകളും അങ്ങനത്തെ നമ്മുടെ പോസ്റ്റർ ടേപ്പൊക്കെ നമ്മളെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നേക്കുന്നത് കറക്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. തലേ ദിവസത്തെ പർച്ചേസും പിന്നെ പിറ്റേ ദിവസത്തെ നമ്മുടെ ഡെക്കറേഷനും. അങ്ങനെ അപ്പോൾ നമ്മൾ കാലത്ത് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബലൂൺസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതിൽ ബലൂണൊക്കെ എല്ലാം വീർപ്പിച്ചപ്പോൾ 2ആയിട്ട് കെട്ടാൻ പറഞ്ഞിട്ട് ഞാൻ അതേപോലെ കെട്ടിയൊക്കെ വെക്കുന്നുണ്ട് ദിവസമാണ്. അപ്പോൾ നിക്കിബിയും അവിടെ നിന്നുണ്ട് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി തന്നെ നമ്മുടെ ഡിസൈൻ ചെയ്ത വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലെക്സിലുള്ള അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പൈഡർമാൻ്റെ തീമും അതുപോലെ തന്നെ
സ്പൈഡർമാൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ നിക്കിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവർ നല്ല സൂപ്പറായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് രാത്രി തന്നെ നമ്മളത് അവിടെ ഒട്ടിച്ചിട്ട കേസ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കേണ്ട ബലൂൺസ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ആർച്ച് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ബലൂൺസൊക്കെ നാളെ കാലത്ത് നമുക്ക് വീർപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബലൂൺ ആർച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സൊക്കെ നമ്മളിത് തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വളരെ സിമ്പിളായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേൽ ഒരു സൂപ്പറായിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചു അയ്യോ ഇത് ശരിയാകുമോ പാളിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല സൂപ്പറായിരുന്നു. നമ്മൾ ഇവൻ്റൊക്കെ നമ്മൾ തന്നെ ചെയ്തപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയായിരുന്നു. കാരണം എനിക്കിതിനകത്ത് വലിയ ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ നല്ല സൂപ്പറായിരുന്നു അത് അഖിൽ ചെയ്തപ്പോൾ. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടൊക്കെ നമ്മളവിടെ നിന്ന് ചെയ്യുമ്പോൾ നിക്കിബി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ആൾ വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവനെന്താണ് അവൻ്റെ നാളത്തെ ബർത്ത്ഡേ ആണ്, അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ഫൈനലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കണം ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഒടുവിലിരിക്കണം. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ 150ക്ക് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് ആ ബ്ലൂ കളർ കർട്ടനും പിന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് കാണുന്നതും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കണതൊക്കെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. അതിൻ്റെ പ്രൈസ് എന്തോ 149 അങ്ങനെ ആയുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇത് അവിടെ പോസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫൈനൽ തീം. നമ്മളപ്പോൾ ഒരു 600 രൂപ ബഡ്ജറ്റിലാണ് ഇതെല്ലാം ചെയ്തേക്കണത്. നമ്മൾ പിന്നെ നമ്മുടെ കയ്യിൽ സാറ്റൻ തുണി ഉണ്ടായിരുന്നു ഒരു 2 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ അതും കൂടെ ഇട്ട് കേക്കിൻ്റെ ടേബിളൊക്കെ എല്ലാം സെറ്റാക്കി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ സ്റ്റേ ട്യൂൺ. ഐ ലവ് യു ഓൾ. ബൈ.